ാണ് കാരണം നമ്മൾ എന്തൊക്കെ ചർച്ചകൾ നടത്തിയാലും നമ്മൾ പറഞ്ഞ വേടനെ ആ തരത്തിൽ അപമാനിക്കാനൊക്കെ ശ്രമിച്ചാലും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൊക്കെ ജാതി യോജിച്ച് പറയുന്നുണ്ട് എന്നൊക്കെയാണ് ആക്ഷേപം. തിരിച്ചും അത്തരത്തിൽ സംഭവിക്കുന്നുണ്ട്. അവിടെ വേടൻ ഉണ്ടാക്കിയെടുത്തൊരു സ്പേസ് ഉണ്ട് സമൂഹത്തിൽ. വേടൻ മുന്നോട്ട് വെച്ച ആശയങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട്. താങ്കൾ പറഞ്ഞതുപോലെ എല്ലാ സ്ഥലങ്ങളിലും ആരാധകനുള്ള ഒരാളാണ്. അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ മുഖ്യധാരയിൽ നിന്ന് പൂർണ്ണമായി മാറ്റി നിർത്തുകയല്ല, സിനിമാ സംഘടനകളൊക്കെ തീരുമാനമൊക്കെ പോലെ ഈ നടന്മാരെയൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് പോലെ അത്തരത്തിലുള്ളൊരു ശ്രമം ഉണ്ടാകണം. ഇനി താനിത് ഉപയോഗിക്കില്ല എന്ന ആർജവത്തോടെ പറയാനുള്ള കരുത്ത് വേടനം ഉണ്ടാകണം. അങ്ങനെയല്ലേ വേണ്ടത്? വേടന്റെ ഞാൻ സംസാരിക്കട്ടെ, പറഞ്ഞോളൂ. പറയണേ. ഞാൻ അടുത്ത സെക്ഷൻ ക്വസ്റ്റ്യനിലേക്ക് വരുമെന്നാണ് വിചാരിച്ചത്. അപ്പം എനിക്കത് പറയണം. ആ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനിവിടെ ഏറ്റവും വളരെ നോക്കുന്നത് ശ്രീലങ്കൻ ബന്ധമാണ്. വേടന്റെ ശ്രീലങ്കൻ ബന്ധം അന്വേഷിക്കുന്ന പോലീസിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. അതെനിക്ക് ഭയപ്പെടുക തന്നെ വേണം. കാരണം ലോകത്തിന്റെ പലായനതയുടെ, വംശീയതയുടെ, ഭരണകൂട വിരുദ്ധതയുടെ ഇരകളാണ് ശ്രീലങ്കൻ അഭയാർത്ഥികൾ. അതിൽപ്പെട്ട ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ മകനാണ് വേടൻ. അപ്പോ വേടന് തായ്ലൻഡിൽ നിന്നും കിട്ടിയ ഒരു ടൈഗർ ടൂത്ത് അദ്ദേഹം അതിവിടെ കൊണ്ടുവന്നിട്ട് അത് അദ്ദേഹത്തിന്റെ ഇഗ്നോറൻസ് ആണ്. അല്ലാതെ വേടൻ ഒരു മൃഗസ്നേഹിയാണ്. വ്യക്തിപരമായിട്ട് എനിക്ക് വളരെ നല്ല കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, ഒരു മൃഗസ്നേഹിയാണ്. പക്ഷെ ക്ലിനിക്കൽ എവിഡൻസ് അതാണ്, അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു. പക്ഷെ അപ്പോഴും പറയേണ്ട ഒരു കാര്യമുണ്ട്, വേടനെ ഇത് കൊടുത്ത ഒരു ഒരു പിക്ചറോ അല്ലെങ്കിൽ ഒരു വലിയ വേദിയിൽ നിന്നുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എവിടെ വെച്ചിട്ടെങ്കിലും അത്തരം കാര്യങ്ങൾ കണ്ടെത്തുവാനായിട്ടുള്ള ഒരു നിയമസഹായം വേടന് കൊടുക്കേണ്ടതുണ്ട്. ഞാൻ അതിനെയാണ് പിന്തുണയ്ക്കുന്നത്. ഞാൻ പലതവണയായിട്ട് വേടനെ വിളിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ അറിഞ്ഞിരുന്നു നിയമസഹായം ഉണ്ട് എന്ന്. പക്ഷെ ആരാണോന്നൊന്നും അറിയില്ല. മറ്റേതെങ്കിലും ഒരു വേടൻ അല്ലായിരുന്നെങ്കിൽ ആളൂർ വരുമായിരുന്നു. പക്ഷെ ഇത്തരം ഒരു കേസിൽ ആരും അദ്ദേഹത്തിന് വന്ന് കണ്ടിട്ടില്ല. അത്തരം വിവരങ്ങളെ പറ്റി പറയുന്നില്ല. വേടനെ പ്രൊജക്ട് ചെയ്ത് മാധ്യമങ്ങൾ നിലനിർത്തുന്നത് ഇവിടുത്തെ യഥാർത്ഥ ഇരയെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്. യഥാർത്ഥ ഇര മയക്കുമരുന്ന് മാഫിയയാണ്. ഈ കൂടെയുള്ള 10-9 പേരുടെയും പേരുകൾ ഇവിടെ വരുന്നില്ല. അതിന് കാരണം വേടൻ സെലിബ്രിറ്റി ആയതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ശ്രീനാഥ് വാസിയോ ടൈം. പക്ഷേ ഇതിലോട്ട് മാത്രം ഫോക്കസ് പോകുമ്പോൾ ഈ വ്യക്തികൾ, അതായത് നമ്മൾ ആരെയാണോ പിടിക്കേണ്ടത്, എവിടെ നിന്നാണോ വരുന്നത്, അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നു. അതിനകത്ത് ഇവിടുത്തെ മാറി മാറി വരുന്ന എല്ലാ സർക്കാരുകൾക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനിടയ്ക്ക് സംശയിക്കുന്ന കാര്യം, ശ്രീലങ്കൻ അഭയാർത്ഥിയുടെ കണക്ഷൻ എന്ന് പറയുന്നത് രാജീവ് ഗാന്ധിയെ കൊന്നത് അദ്ദേഹമാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മയാണോ? കുറെ നാളുകൾക്ക് മുമ്പ് വേടൻ, അതൊക്കെ പോലീസിന്റെ അന്വേഷണ വഴിയുള്ള കാര്യമായിരിക്കും. താങ്കൾ പറഞ്ഞതുപോലെ അതിന് ഒരു കുറ്റമായിട്ടോ ഇപ്പൊ നമ്മൾ ഇത്തരം കേസിലൊക്കെ പെടുന്നവര് ഇത് എവിടുന്ന് കിട്ടിയെന്നറിയാൻ പോലീസിൽ അന്വേഷണ വഴികളൊക്കെ ഉണ്ടല്ലോ. ശ്രീനാഥിനോ ഷൈനോ ഒന്നും നോക്കേണ്ട വന്നില്ല. ഞാൻ ഒരാളുടെ, ഇപ്പൊ മോഹൻലാലിന്റെ കേസോ മറ്റൊരാളുടെ കേസോ എടുത്തൊന്നും തുലനം ചെയ്യാൻ വരുന്നില്ല. അതിന്റെ കാരണം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇതുവരെ നീതിപൂർവമായി ദളിത് സമൂഹങ്ങൾക്ക് നീതി ഇവിടെ കിട്ടിയിട്ടില്ല. ഒരു ഗ്രാമം മുഴുവൻ ചുട്ടരിച്ചിട്ടും എവിഡൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഖൈർലാഞ്ചി പോലെയുള്ള വിഷയങ്ങളില് നിങ്ങൾ എന്തുകൊണ്ടാണ് ആ സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് അവരെ കൂടി പോയി ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് ആങ്ങളെയും അമ്മയും പറഞ്ഞു വിട്ട സവർണ പാട്രിയാർക്കിയുടെ ഒരു രാജ്യത്ത് ഞാനത് പ്രതീക്ഷിക്കുന്നേ ഇല്ല. എന്റെ ചോദ്യം, പോലീസ് എന്തുകൊണ്ട് ഈ കണക്ഷൻ അന്വേഷിക്കുന്നു എന്നുള്ളതാണ്. ഇനി വേടന്റെ സംഗീതത്തെ പറ്റി, വേടൻ എങ്ങനെ പാടണമെന്ന് നമ്മളല്ല പറയുന്നത്. വേടന്റെ ഇഷ്ടമുള്ള രീതിയിൽ പാടട്ടെ, അതിനുള്ള ഒരു ചോയ്സ് ഉള്ള ഒരു രാജ്യമാണ്. വേടൻ പലസ്തീനെ പറ്റി പാടിയിട്ടുണ്ട്, വേടൻ ക്യൂബയിലെ അഭയാർത്ഥികൾക്ക് വേണ്ടി പാടിയിട്ടുണ്ട്, വേടൻ സിറിയയ്ക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ ശബ്ദം അടയ്ക്കപ്പെടുവാൻ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ പറയുന്നത്. എന്റെ മൗലികമായ ഉത്തരവാദിത്തമാണ്. അത് ഫണ്ടമെന്റലിസം അല്ല, അത് ജാതിക്കാരല്ല, ജാതിയെ അഡ്രസ് ചെയ്യുന്നതാണ്. ടു ബി ഫ്രാങ്ക്, ഞാൻ അത് തുടർന്നും ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അത് ചെയ്യുവാനായി എനിക്ക് മറ്റാരുടെയും സഹായം വേണ്ട. എന്റെ ജ്ഞാനബോധം മാത്രം മതി, എന്റെ രാഷ്ട്രീയ ശരികളാണ്. അത് തീർച്ചയായിട്ടും വേടന്റെ ഒപ്പം ഞാൻ ആ വിഷയത്തിൽ ഉണ്ടാകും. ശ്രീലങ്കൻ എനിക്കറിയാം, കുറെ നാൾ മുമ്പ് വേടൻ എന്നെ ഒന്ന് വിളിച്ചിട്ട് എന്നോട് പറയുന്നുണ്ട്, മൃദുല ചേച്ചി ഒരു കാര്യം പറയാനാ വിളിച്ചത്. എന്താണ്? എന്റെ അമ്മ മരിച്ചുപോയി എന്ന് പറഞ്ഞു. ഞാൻ കരയുന്നു, അവൻ കരയാതെ നിൽക്കുന്നു. ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിയായ, ക്യാൻസർ രോഗിയായ, മാനസിക വിക്ഷോഭത്തിൽ അടിപ്പെട്ട ആ സ്ത്രീയെ ദിവസവും കുളിപ്പിച്ചുകൊണ്ടിരുന്നത് അവനായിരുന്നു. അവർക്ക് ഭക്ഷണം വായി കൊടുത്തുകൊടുമ്പോൾ അത് കഴിച്ചിറക്കാൻ അവൻ അറിയില്ലായിരുന്നു. ക്യാൻസർ മൂർധന്യാവസ്ഥയിൽ അവന്റെ കയ്യിൽ കിട്ടുമ്പോൾ അവന്റെ കയ്യിൽ കഴിക്കാൻ ഭക്ഷണം പോലും ഇല്ലായിരുന്നു. പിന്നെയും കുറെ ദിവസം കഴിഞ്ഞു ഒരു ദിവസം എന്നെ വിളിക്കുന്നു. ഏതോ ആന്ധ്രയിലെ ഒരു സ്ഥലത്തു നിന്നാണ് എന്നെ വിളിക്കുന്നത്. എന്നെ വിളിച്ചപ്പോൾ
ഞാൻ ചോദിച്ചു എന്താ മോനെന്ന് ചോദിച്ചപ്പോ എന്താ മോനെന്ന് എന്റെ മൃദുലേച്ചി എന്നാണ് വിളിക്കുന്നത്. വളരെ ചുരുക്കം വരാണ് മൃദുലേച്ചി എന്ന് വിളിക്കുന്നത്, മൃദുല ചേച്ചി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ പേര് ഞാൻ ഓർത്തിരിക്കും. എന്നോട് ചോദിച്ചത് കുറെ ദിവസം കൂടി കുറച്ച് ഭക്ഷണം കിട്ടിയപ്പോ എനിക്ക് ആദ്യം വിളിക്കാൻ തോന്നിയത് മൃദുല ചേച്ചിയാണെന്ന് പറഞ്ഞു. വേടൻ വളർന്നു വന്ന ചൈൽഡ്ഹുഡ് ട്രോമകളെ നിങ്ങൾക്കാർക്കും ചിന്തിക്കുന്നതിനും അപ്പുറമാണ്. കാരണം അതൊരു ബെഞ്ചായ ലൈഫായിരുന്നു. അവന്റെ അമ്മയ്ക്ക് അവനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കാൻ അറിയില്ലായിരുന്നു. അവർ ദേശാടനങ്ങളെ പോലും പൊക്കൊണ്ടേയിരുന്നു, ഇടയ്ക്ക് വല്ലപ്പോഴും വരുമായിരുന്നു. ഈ സമയത്ത് അവൻ ഗ്ലാസ് കഴുകി ജീവിച്ചവനായിരുന്നു. കൃത്യമായ ഒരു വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. അവന് ആ സമയത്ത് പുലിപ്പല്ല് ഏതാണെന്ന് തിരിച്ചറിയുന്ന ഫോറൻസിക് ലാബിൽ നിന്നും ബിരുദം എടുത്തിട്ടില്ലായിരുന്നു. അല്ല, അത്തരത്തിൽ വളർന്നു വന്ന അങ്ങനെ അംഗീകാരം കിട്ടിയ ഒരാൾ കൂടിയാണ് മാഡം വേടൻ, യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് വേടൻ വളരെ പെട്ടെന്ന് സമൂഹത്തിൽ സെൻസേഷനായി വന്നത്. വേടനെ അല്ല കുറ്റം പറഞ്ഞത്, സെൻസേഷൻ. അദ്ദേഹത്തെ ഈ പറഞ്ഞതുപോലെ അദ്ദേഹം നിയമപരമായി നിയമത്തിൽ അജ്ഞനാണെങ്കിൽ പോലും ചെയ്ത തെറ്റുകൾക്ക് പോലീസിന് നമ്മുടെ നിയമ സംവിധാനങ്ങൾ ആ തരത്തിൽ കൈകാര്യം ചെയ്യുമ്പോൾ മറ്റൊരു തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കുന്നതിനെയാണ്. അതെനിക്ക് ജാതിക്കാരനാണെങ്കിൽ അതെ ഞാൻ ജാതിവാദി. ഒരു ശ്രീലങ്കൻ അഭയാർത്ഥിക്ക് വൾണറബിൾ കാസ്റ്റിൽപ്പെട്ട മറ്റൊരു വ്യക്തിയിലുണ്ടായ ഒരു കുഞ്ഞ് കടന്നുപോയ ചൈൽഡ്ഹുഡ് ട്രോമയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്നും അതുകൊണ്ട് അയാളെ പിടിച്ച് നോക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇന്നലെ ബാലൻസ് ചെയ്ത് തന്നെയാണ്. ദളിത് സമൂഹം പ്രത്യേകിച്ച് സംയമനത്തോടെ നിൽക്കണം. അതായത് പലപ്പോഴും നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു കാര്യം തന്നെ പല സമയം ചൂണ്ടിക്കാണിച്ചപ്പോഴും തിരുത്തപ്പെടാൻ പറ്റുമായിരുന്ന അവസരം പിന്നീട് മറ്റൊരു രീതിയിൽ ഇവിടെ നേക്കഡായിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതുകൊണ്ട് അത്തരം അനാവശ്യ സപ്പോർട്ടല്ല. ഈ സമയത്ത് വളരെ കൃത്യമായ രീതിയിൽ നിൽക്കാൻ നമ്മൾ സംയമനത്തോടെ നിൽക്കണം. പക്ഷെ മാധ്യമങ്ങൾ ഒരു കാര്യം ചെയ്യണം. മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന സപ്പോർട്ടുകൾ ഒരിക്കലും മയക്കുമരുന്ന് മാഫിയയെ സംരക്ഷിക്കുവാനാകരുത് എന്ന് പറയുന്നത്. നന്ദി ശ്രീമതി മുദ്രാദേവി, ശ്രീജിത്ത് പണിക്കർ, ഒപ്പം ശ്രീ ഖാദർ കരിപ്പൊടി, ഡോക്ടർ TS ശ്യാംകുമാർ ഈ ചർച്ചയിൽ പങ്കെടുത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചതിന്. ഏതായാലും വേടൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കിയ ഒരു അംഗീകാരമുണ്ട്, ചെറുപ്പക്കാർക്കിടയിൽ അയാൾ ഉണ്ടാക്കിയ ഒരു സെൻസേഷണലിസം ഉണ്ട്. പക്ഷെ അതൊന്നും ഈ മയക്കുമരുന്നിൻ്റെ കേസിൻ്റെ മറകൊണ്ട് അത് ആ തരത്തിൽ സംരക്ഷിക്കാൻ ആവില്ല എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ആ തരത്തിൽ ഒറ്റപ്പെടുത്തുക എന്നുള്ള രീതിയിലല്ല, ജാതിയുമായി ബന്ധപ്പെട്ടതിനെ കൂട്ടിവായിക്കരുത്. അദ്ദേഹത്തിൻ്റെ നേരത്തെ ഉണ്ടാക്കിയ ഒരു സ്പേസ് അത് അങ്ങനെ നിലനിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടുകൂടിയാണ് ഈ ചർച്ച കൊണ്ടുവന്നത്. എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.